എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മത്തി മാറി ഇപ്പോൾ കിളിമീനാണ് കേട്ടോ കിട്ടിയത്. ഇവിടെ നമ്മുടെ എറണാകുളം ജില്ല പൊതുവെ കിളിമീൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി മറ്റുള്ള ജില്ലകളിലൊക്കെ എന്താണെന്ന് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ ഗഹനമായി ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്തായാലും കിളിമീൻ എന്ന് പറയും, ചിലയിടത്ത് ചുമന്ന മീൻ എന്ന് പറയും, പൂമീൻ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ കേട്ടിട്ടുണ്ട്. ചിലർ കിളിക്കോരാന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറയും തോന്നണല്ലേ. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇതാണ് ഇന്നത്തെ മീൻകറി. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മൾ വ്ളോഗായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ പോണതല്ലേ. കാരണം ഞാൻ പറഞ്ഞല്ലോ അന്ന് നമ്മുടെ പുതിയ വർക്കിംഗ് ഡ്രസ്സ് മാറ്റിയിട്ട് വ്ളോഗൊക്കെ ചെയ്യാമെന്നാണ് കരുതിയേക്കണത്. കാരണം എപ്പോഴും എനിക്കിങ്ങനെ നമ്മൾ ഒരേപോലെ തന്നെ പോയി കഴിയുമ്പോൾ അത്ര ഒരു രസം തോന്നിയില്ലല്ലോ. അതുകൊണ്ടിട്ടാണ്. അപ്പം എനിക്കിങ്ങനെ കാലൊക്കെ വയ്യാത്തത് കൊണ്ടിട്ട് നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കണതാണ്. അതിങ്ങനെ തയ്ക്കാനും മറ്റുമുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ റെഡിമെയ്ഡാണെങ്കിൽ എനിക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒക്കില്ല. ചിലത് നമ്മൾ ഇപ്പോൾ ഒരു എക്സലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞോട്ട് നമ്മളത് വീണ്ടും അഴിച്ചു പണി നടത്തേണ്ടിയും വരും. അതേമാതിരി തന്നെ ചിലത് നമുക്ക് കറക്റ്റ് അളവൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തുണിയായിട്ട് എടുത്ത് വെച്ചേക്കണത് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമ്മുടെ വ്ളോഗൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാമെന്ന് കരുതുന്നത്. അത്രയും ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ എന്ന് കരുതണം. അപ്പം ഇന്ന് നമ്മുടെ കിളിമീൻ ഇങ്ങനെ വെട്ടി ക്ലീൻ ചെയ്യണമെന്ന് നമ്മൾ കത്രികയും കൊണ്ടാണ് കേട്ടോ വെട്ടി ക്ലീൻ ചെയ്യണത്. കാരണം നമ്മൾ ഈ കത്തിയും കൊണ്ട് നന്നാക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ തള്ളവിരലെന്ന് പറയൂലേ, പെരുവിരലിന് തള്ളവിരൽ, അതിങ്ങനെ വന്നിട്ട് വര പോലെ ഇങ്ങനെ വീഴോട്ടാ. എന്നിട്ട് അത് ചിലത് നമുക്ക് പൊട്ടിയിട്ടുണ്ടെന്ന് അറിയേയില്ല, എന്നാൽ വര പോലെ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് നമ്മളിപ്പോൾ വല്ല ഉപ്പ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ മീനൊക്കെ പുരട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുളക് പൊടിയൊക്കെ പുരട്ടുമ്പോഴേക്കും നല്ല അസലായിട്ട് നീറോട്ടാ. അപ്പോൾ നീറ്റൽ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രത്യേകിച്ച് ഈ മീൻ വെട്ടുമ്പോഴാണ് കൂടുതലും അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും കത്രികയൊക്കെയാണ് കേട്ടോ അത് വെട്ടണത്. പിന്നെ ഈ സവാളയൊക്കെ അരിയുമ്പോഴാണ് കേട്ടോ കൂടുതലും അങ്ങനെ മുറിയണത്. നമ്മൾ അന്നേരം വേദനയൊന്നും എടുക്കൂല, പക്ഷേ ഈ മുളക് പൊടി ഇങ്ങനെ ഉപ്പൊക്കെ പുരട്ടുമ്പോഴാണ് നമുക്ക് ആ വേദന അപ്പോഴാണ് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എല്ലാവരും കത്രിക യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ മീനൊക്കെ എല്ലാം നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് എന്തിട്ടാണ് ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കണേ കേട്ടോ. നന്നായിട്ട് ഒന്ന് ഒലച്ച് കഴുകിയെടുക്കും. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഈ കറി വെക്കണതെന്ന് പറഞ്ഞാലേ നമ്മൾ മുളക് ചാറ് വെക്കുള്ളൂ കേട്ടോ. ഇവിടെ അതേ ഓടുള്ളൂ. കാരണം ഇതിന് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ഈ മീനിന്, ഈ കളർ മീൻ എപ്പോഴും മുളക് ചാറ് വെക്കണതായിരിക്കും ടേസ്റ്റ്. ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അപ്പം അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പം ഇനി ഉള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ഇപ്പം മേടിച്ചേക്കണ ഉള്ളി ആയതുകൊണ്ട് നല്ല മുതുക്കൻ ഉള്ളിയാണ് കേട്ടോ. അതാദ്യം നോക്കി എടുക്കും. അത് കഴിഞ്ഞ് കുറേ പിറുങ്ങായിട്ടുള്ള ഉള്ളികളൊക്കെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ അതൊന്നും എടുക്കൂല. പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ളത് നോക്കിയെടുക്കും കേട്ടോ. ലാസ്റ്റാണ് ഈ ബുദ്ധിമുട്ട് വരുന്നതും. ഒരു വലുതും ഒരു ചെറുതുമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി കൊണ്ട് ഞാൻ വലിയതൊക്കെ നോക്കിയെടുക്കും കേട്ടോ. അപ്പം അത് ഏകദേശം നമ്മൾ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ കറി വെക്കണ പോലെ തന്നെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പ്രത്യേകം പറയാനില്ല, നമ്മുടെ മത്തിയൊക്കെ വെക്കണ പോലെയൊക്കെ തന്നെയാണ് ഈ മീനും വെക്കണത്. നമ്മൾ ഈ മീൻ കറിയിൽ പ്രത്യേകിച്ച് വേറെ ഒന്നും ആഡ് ചെയ്യാത്തത് ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഇതാണ്. ഇപ്പോൾ ഉലുവപ്പൊടി ചേർക്കുകയോ അല്ലെങ്കിൽ പിന്നെ എന്താണ് വേറെ കുരുമുളക് പൊടിയോ അങ്ങനെയൊക്കെ മല്ലിപ്പൊടിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ, മല്ലിപ്പൊടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. മുളക് ചാറിന് ചേർക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിനൊക്കെ വെക്കാറുണ്ട്.
ഇപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ ഇവിടെ അത്ര ഇഷ്ടമാവില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്നും ഈ ഒരു പാറ്റേൺ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് പോണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ തിളപ്പിക്കണത്, അതായത് ഈ ചാളയൊക്കെ തിളപ്പിക്കുമല്ലോ കുരുമുളക്, അപ്പോൾ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടും കേട്ടോ. അതൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം പക്ഷെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ഇപ്പം നേരമൊന്നുമില്ല, അതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാറില്ല. ഒരാളിപ്പോൾ ഒന്നാമത്തെ രാത്രിയാണ് മീൻ കൊണ്ടുവന്നത്, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വേഗം വെട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ ഈ സെയിം എപ്പോഴും വെക്കണ പോലെ തന്നെ വെച്ച് പോകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്കൊക്കെ ഒരു സപ്പോർട്ട് തരിക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും കാണുക.